നമസ്കാരം. നമ്മുടെ LDCക്ക് വേണ്ടിയിട്ടുള്ള റാങ്ക് ഫെയിൽ കംപ്ലീഷൻ ചലഞ്ചിൽ നമ്മൾ ഇന്ന് നോക്കുന്നത് ഇന്ത്യൻ ജോഗ്രഫിയുടെ ഭാഗത്ത് വരുന്ന ഫസ്റ്റ് മൊഡ്യൂൾ ആയിട്ടുള്ള ഇന്ത്യയുടെ അടിസ്ഥാന വിവരങ്ങൾ എന്ന ഭാഗമാട്ടോ. അപ്പോൾ ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് എവിടെയാ? ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് ഉത്തരാർദ്ധഗോളത്തിലാണ് അല്ലേ? ഉത്തരാർദ്ധഗോളത്തിലാണ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത്. ലോക ഭൂപടത്തിൽ വടക്ക് കിഴക്കായിട്ടാണ് ഇന്ത്യയുടെ സ്ഥാനം. ലോക ഭൂപടം എടുത്തു കഴിഞ്ഞാൽ വടക്ക് കിഴക്ക് ഭാഗത്തായിട്ടാണ് ഇത് നമ്മുടെ ഇന്ത്യ രാജ്യം സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് ഉത്തരാർദ്ധഗോളത്തിലാണ്. അതുപോലെ തന്നെ ഉത്തരാർദ്ധഗോളത്തിൽ വടക്ക് കിഴക്ക് ഭാഗത്താണ് ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത്. ഏഷ്യൻ ഭൂഖണ്ഡത്തിന്റെ തെക്ക് ഭാഗത്തായിട്ടാണ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത്. ഏഷ്യൻ ഭൂഖണ്ഡത്തിന്റെ തെക്ക് ഭാഗത്തായിട്ടും ലോക ഭൂപടം എടുത്തു കഴിഞ്ഞാൽ വടക്ക് കിഴക്കായിട്ടാണ് ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത്. വടക്ക് കാശ്മീർ മുതൽ തെക്ക് കന്യാകുമാരി വരെയും കിഴക്ക് അരുണാചൽ പ്രദേശ് മുതൽ പടിഞ്ഞാറ് ഗുജറാത്ത് വരെയും ഇന്ത്യ വ്യാപിച്ചു കിടക്കുന്നുണ്ട്. വടക്ക് കാശ്മീർ മുതൽ തെക്ക് കന്യാകുമാരി വരെയും കിഴക്ക് അരുണാചൽ പ്രദേശ് മുതൽ പടിഞ്ഞാറ് ഗുജറാത്ത് വരെയുമാണ് ഇന്ത്യ വ്യാപിച്ചു കിടക്കുന്നത്. തീരത്ത് നിന്നും, അതായത് തീരപ്രദേശത്ത് നിന്നും 12 നോട്ടിക്കൽ മൈൽ, അതായത് 21.12 നോട്ടിക്കൽ മൈലാണ്, അതായത് 21.9 കിലോമീറ്റർ, 21.1 കിലോമീറ്റർ കടലിലേക്ക് വ്യാപിച്ചു കിടക്കുന്നതാണ് ഇന്ത്യയുടെ രാജ്യ അതിർത്തി എന്ന് പറയുന്നത്. ഓക്കെ, തീരപ്രദേശത്ത് നിന്നും 12 നോട്ടിക്കൽ മൈല്, 12 നോട്ടിക്കൽ മൈൽ എന്ന് പറയുന്നത് 21.9 കിലോമീറ്റർ ആണ് കേട്ടോ. 12 നോട്ടിക്കൽ മൈൽ എന്ന് പറയുന്നത് എത്രയാ? 21.9 കിലോമീറ്റർ. 12 നോട്ടിക്കൽ മൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 21.9 കിലോമീറ്റർ ആണ്. ഒരു നോട്ടിക്കൽ മൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.852 കിലോമീറ്ററുമാണ്. ഓക്കെ അല്ലേ? അപ്പം ഇന്ത്യയുടെ കടൽ തീര അതിർത്തി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ തീരത്ത് നിന്നും 12 നോട്ടിക്കൽ മൈൽ, അതായത് 21.9 കിലോമീറ്റർ വരെ കടലിലേക്ക് വ്യാപിച്ചു കിടക്കുന്നതാണ് ഇന്ത്യയുടെ രാജ്യ അതിർത്തി എന്ന് പറയുന്നത്. ഒരു നോട്ടിക്കൽ മൈൽ എന്ന് പറഞ്ഞാൽ എത്രയാ? 1.852 കിലോമീറ്റർ ആണ് എന്ന കാര്യം ഓർത്തു നോക്കുക. ഇനി ഇന്ത്യയുടെ അക്ഷാംശ വ്യാപ്തി എത്രയാ? ഇന്ത്യയുടെ അക്ഷാംശ വ്യാപ്തി എന്ന് പറയുന്നത് 8°4 വടക്ക് മുതൽ 37°6 വടക്ക് വരെയാണ് ഇന്ത്യയുടെ അക്ഷാംശ വ്യാപ്തി എന്ന് പറയുന്നത്. ഇപ്പം ഇന്ത്യയുടെ അക്ഷാംശ വ്യാപ്തി എന്ന് പറയുന്നത് 8°4 വടക്ക് മുതൽ 37°6 വടക്ക് വരെയും, അതുപോലെ 6°45 വടക്ക് മുതൽ 6°45 വടക്ക് മുതൽ 37°6 വടക്ക് വരെ, അതായത് ഇന്ദിരാ പോയിന്റ് കൂടി ഉൾപ്പെടുത്തി കഴിഞ്ഞാലാണ് ഈ വാല്യൂ വരുന്നത് കേട്ടോ. അതായത് 6°45 അതേപോലെ 37°6 വരുന്നത് ഇന്ദിരാ പോയിന്റ് കൂടി ഉൾപ്പെടുത്തി കഴിഞ്ഞാലാണ് കേട്ടോ. അപ്പോൾ ഇന്ത്യയുടെ അക്ഷാംശ വ്യാപ്തി എന്ന് പറയുന്നത് 8°4 വടക്ക് മുതൽ 37°6 വടക്ക് വരെയാണ്. ഇനി ഇന്ദിരാ പോയിന്റ് കൂടി കൂട്ടിച്ചേർത്ത് പറയുകയാണെങ്കിൽ അത് 6°45 വടക്ക് മുതൽ 37°6 വടക്ക് വരെയാണ്. ഇന്ത്യയുടെ തെക്കൻ അതിർത്തി ബംഗാൾ ഉൾക്കടലിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, ഇന്ത്യയുടെ തെക്കൻ അതിർത്തി ബംഗാൾ ഉൾക്കടലിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതായത് 6°45 ഉത്തര അക്ഷാംശം വരെ വ്യാപിച്ചു കിടക്കുന്നുണ്ട് ഇന്ത്യയുടെ തെക്കൻ അതിർത്തി എന്ന് പറയുന്നത്. ഇന്ത്യയുടെ തെക്കൻ അതിർത്തി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ബംഗാൾ ഉൾക്കടലിലാണ്. 6°45 ഉത്തര അക്ഷാംശം വരെയാണ് എന്ത് വ്യാപിച്ച് കിടക്കുന്നത്. ഇനി ഇന്ത്യയുടെ തെക്ക് ഭാഗം സ്ഥിതി ചെയ്യുന്നത് എവിടെയാന്ന് വെച്ചാൽ ഉഷ്ണമേഖലയിലാണ്. ഇന്ത്യയുടെ തെക്ക് ഭാഗം സ്ഥിതി ചെയ്യുന്നത് എവിടെയാ? ഉഷ്ണമേഖലയിലാണെന്ന കാര്യം ഓർത്തു വെക്കുക. വടക്ക് ഭാഗം സ്ഥിതി ചെയ്യുന്നത് ഉപോഷ്ണ മേഖല, അതായത് ഉഷ്ണ മിതോഷ്ണ മേഖലയിലുമാണ്. ഓക്കെ, വടക്ക് ഭാഗം സ്ഥിതി ചെയ്യുന്നത് ഉപോഷ്ണ മേഖല അല്ലെങ്കിൽ ഉഷ്ണ മിതോഷ്ണ മേഖലയിലാണ്. ഇന്ത്യയുടെ തെക്ക് ഭാഗം സ്ഥിതി ചെയ്യുന്നത് ഉഷ്ണമേഖലയിൽ, വടക്ക് ഭാഗം സ്ഥിതി ചെയ്യുന്നത് ഉപോഷ്ണ മേഖല അഥവാ ഉഷ്ണ മിതോഷ്ണ മേഖലയിലാണ്. ഇന്ത്യയുടെ രേഖാംശ വ്യാപ്തി എന്ന് പറയുന്നത് ഇനി ഇന്ത്യയുടെ രേഖാംശ വ്യാപ്തി എന്ന് പറയുന്നത്, അക്ഷാംശ വ്യാപ്തി നമ്മൾ പറഞ്ഞായിരുന്നു. 8°4 വടക്ക് മുതൽ 37°6 വടക്ക് വരെയാണ് ഇന്ത്യയുടെ അക്ഷാംശ വ്യാപ്തി എന്ന് പറഞ്ഞു. ഇനി രേഖാംശ വ്യാപ്തി എന്ന് പറയുന്നത് 68°, 7 കിഴക്ക് മുതൽ 97°25 കിഴക്ക് വരെയാണ്.
97 ഡിഗ്രി 25 കിഴക്ക് വരെയാണ്. അപ്പൊ ഇന്ത്യയുടെ അക്ഷാംശ രേഖാംശ വ്യാപ്തി ചോദിക്കുക എന്നുണ്ടെങ്കിൽ 8 ഡിഗ്രി 4 വടക്ക് മുതൽ 37 ഡിഗ്രി 6 വടക്ക് വരെയും 68 ഡിഗ്രി 7 കിഴക്ക് മുതൽ 97 ഡിഗ്രി 25 കിഴക്ക് വരെയുമാണ് ഇന്ത്യയുടെ അക്ഷാംശ രേഖാംശ വ്യാപ്തി എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി ഇന്ത്യയുടെ അക്ഷാംശീയ വ്യാപ്തിയും രേഖാംശീയ വ്യാപ്തിയും ഏകദേശം എത്ര ഡിഗ്രിയാണ് എന്ന് ചോദിച്ചാൽ അത് 30 ഡിഗ്രിയാണ് കേട്ടോ. ഇന്ത്യയുടെ അക്ഷാംശീയ വ്യാപ്തിയും രേഖാംശീയ വ്യാപ്തിയും ഏകദേശം എത്ര ഡിഗ്രിയാന്ന് വെച്ചാൽ എത്രയാ? 30 ഡിഗ്രിയാണ്. അപ്പൊ ഇത്രയും ഒന്നുകൂടി പറഞ്ഞു നോക്കിയാൽ നമുക്ക് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് ഉത്തരാർദ്ധഗോളത്തിലാണ്. ലോക ഭൂപടത്തില് വടക്ക് കിഴക്കായിട്ടാണ് ഇന്ത്യയുടെ സ്ഥാനം. ഏഷ്യൻ ഭൂഖണ്ഡത്തിന്റെ തെക്ക് ഭാഗത്താണ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത്. വടക്ക് കാശ്മീർ മുതൽ തെക്ക് കന്യാകുമാരി വരെയും കിഴക്ക് അരുണാചൽ പ്രദേശ് മുതൽ പടിഞ്ഞാറ് ഗുജറാത്ത് വരെയും ഇന്ത്യ വ്യാപിച്ചു കിടക്കുന്നുണ്ട്. തീരത്ത് നിന്നും 12 നോട്ടിക്കൽ മൈല്, അതായത് 21.9 കിലോമീറ്റർ വരെ കടലിലേക്ക് വ്യാപിച്ചു കിടക്കുന്നതാണ് ഇന്ത്യയുടെ രാജ്യ അതിർത്തി എന്ന് പറയുന്നത്. ഇന്ത്യയുടെ അക്ഷാംശ വ്യാപ്തി 8 ഡിഗ്രി 4 വടക്ക് മുതൽ 37 ഡിഗ്രി 6 വടക്ക് വരെയാണ്. ഇത് ഇന്ദിരാ പോയിന്റ് കൂടി ചേർത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ 8 ഡിഗ്രി 4 എന്നുള്ളത് എന്താവും? 6 ഡിഗ്രി 45 വടക്ക് മുതൽ 37 ഡിഗ്രി 6 വടക്ക് വരെ എന്നാകും. ഇന്ത്യയുടെ തെക്കൻ അതിർത്തി ബംഗാൾ ഉൾക്കടലിൽ 6 ഡിഗ്രി 45 ഉത്തര അക്ഷാംശം വരെ വ്യാപിച്ചു കിടക്കുന്നുണ്ട്. ഇന്ത്യയുടെ തെക്ക് ഭാഗം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ ഉഷ്ണമേഖലയിലാണ്. ഇന്ത്യയുടെ തെക്ക് ഭാഗം സ്ഥിതി ചെയ്യുന്നത് എവിടെയാ? ഉഷ്ണമേഖലയിലാണ്. വടക്ക് ഭാഗം സ്ഥിതി ചെയ്യുന്നത് ഉപോഷ്ണ അഥവാ ഉഷ്ണ മിതോഷ്ണ മേഖലയിലാണ്. ഉപോഷ്ണ മേഖല അല്ലെങ്കിൽ ഉഷ്ണ മിതോഷ്ണ മേഖലയിലാണ്. ഇനി ഇന്ത്യയുടെ രേഖാംശ വ്യാപ്തി എന്ന് പറയുന്നത് 68 ഡിഗ്രി 7 കിഴക്ക് മുതൽ 97 ഡിഗ്രി 25 കിഴക്ക് വരെയാണ്. ഇന്ത്യയുടെ അക്ഷാംശീയ വ്യാപ്തിയും രേഖാംശീയ വ്യാപ്തിയും തമ്മിലുള്ള വ്യത്യാസം എത്രയാന്ന് വെച്ചാൽ എത്രയാ? 30 ഡിഗ്രിയാന്ന കാര്യം ഓർത്തു വെക്കാം. ഇനി ഇന്ത്യയുടെ ഭൂവിസ്തൃതി എത്രയാ? ഇന്ത്യയുടെ ഭൂവിസ്തൃതി എന്ന് പറയുന്നത് എത്രയാ? 32,87,263 ചതുരശ്ര കിലോമീറ്റർ ആണ് ഇന്ത്യയുടെ ഭൂവിസ്തൃതി എന്ന് പറയുന്നത്. ഇന്ത്യയുടെ ഭൂവിസ്തൃതി എത്രയാ? 32,87,263 ചതുരശ്ര കിലോമീറ്റർ ആണ്. ഇന്ത്യയുടെ ഭൂവിസ്തൃതി ലോക ഭൂവിസ്തൃതിയുടെ എത്രയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2.4% ആണ് കേട്ടോ. ഇന്ത്യൻ ഭൂവിസ്തൃതി ലോക ഭൂവിസ്തൃതിയുടെ 2.4% ആണ്. ഇന്ത്യൻ ജനസംഖ്യ ലോക ജനസംഖ്യയുടെ എത്ര ശതമാനമാണെന്ന് ചോദിച്ചാൽ എത്രയാ? 17.64 ആണ് കേട്ടോ. 17.64. ഇന്ത്യൻ ജനസംഖ്യ ലോക ജനസംഖ്യയുടെ എത്ര ശതമാനം? 17.64%. ഇന്ത്യയുടെ ഭൂവിസ്തൃതി ലോക ഭൂവിസ്തൃതിയുടെ എത്ര ശതമാനം? 2.4%. ഇനി ലോക രാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ സ്ഥാനം, ലോക രാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാ? 7ാമതാണ്. ലോക രാജ്യങ്ങൾക്കിടയിൽ വലിപ്പത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാ? 7ാമതാണ്. 1 ഏതാ? 1 റഷ്യ, 2 ഏതാ? കാനഡ, 2 കാനഡ, 3 USA, 4 ചൈന, 4 ഏതാ? ചൈനയാണ്. ഓക്കെ, 4 ചൈന, 5 ബ്രസീൽ, 6 ഓസ്ട്രേലിയ, 7 ഇത് ഇന്ത്യ എന്ന് പറയുന്നത്. ഓക്കെ, ആ 7ാമത്തെയാണ് ഇന്ത്യ. ഓക്കെ അല്ലേ? അപ്പൊ ഏറ്റവും വലിയ രാജ്യം റഷ്യ, 2 ചൈന, 3 USA, 4 ചൈന, 5 ബ്രസീൽ, 6 ഓസ്ട്രേലിയ, 7 ഇന്ത്യ. എങ്ങനെ ഓർത്തു വെക്കാം? RCUC ബൈ അല്ലെ? RCUC യു ആണ്. RCUC ബൈ എന്ന് ഓർത്തു വെക്കാം അല്ലെ? റഷ്യ, കാനഡ, USA, ചൈന, ബ്രസീൽ, ഓസ്ട്രേലിയ, ഇന്ത്യ. വലിപ്പത്തിൽ ഇന്ത്യയുടെ സ്ഥാനം 7. ഇന്ത്യയുടെ തെക്ക് വടക്ക് നീളം ചോദിക്കാറുണ്ട്. എത്രയാ ഇന്ത്യയുടെ തെക്ക് വടക്ക് നീളം എന്ന് പറയുന്നത്? എത്രയാ? 3214. ഓക്കെ, 3214 കിലോമീറ്റർ ആണ് ഇന്ത്യയുടെ തെക്ക് വടക്ക് നീളം എന്ന് പറയുന്നത്. ഇന്ത്യയുടെ കിഴക്ക് പടിഞ്ഞാറ് നീളം എത്രയാ? 2933. ഇന്ത്യയുടെ കിഴക്ക് പടിഞ്ഞാറ് നീളം എത്രയാ? 2933. ഓക്കെ, ഇന്ത്യയുടെ തെക്ക് വടക്ക് നീളം എത്രയാ? 3214 കിലോമീറ്റർ ആണ്. ഇന്ത്യയുടെ കിഴക്ക് പടിഞ്ഞാറ് നീളം 2933 കിലോമീറ്റർ ആണ്.
ഇനി ഇന്ത്യയുടെ വടക്കേ അറ്റം എന്ത് പേരിൽ അറിയപ്പെടുന്നത്? ഇന്ത്യയുടെ വടക്കേ അറ്റം അറിയപ്പെടുന്നത് ഇന്ദിരാ കോളാണ് കേട്ടോ. ഇന്ദിരാ കോള്. ഇന്ത്യയുടെ തെക്കേ അറ്റോ? ഇന്ത്യയുടെ തെക്കേ അറ്റം അറിയപ്പെടുന്നത് ഇന്ദിരാ പോയിന്റ് എന്നറിയപ്പെടുന്നുണ്ട്. അതുപോലെ ഗ്രേറ്റ് നിക്കോബാറിലാണ് കേട്ടോ ഇന്ദിരാ പോയിന്റ് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ പിഗ്മാലിയൻ പോയിന്റ്, പിന്നെ പാഴ്സൺസ് പോയിന്റ്. ഇന്ദിരാ പോയിന്റ്, പിഗ്മാലിയൻ പോയിന്റ്, പാഴ്സൺസ് പോയിന്റ് എന്നൊക്കെ പറയുന്നത് ഏത് തന്നെയാണ്? ഒന്ന് തന്നെയാണ് കേട്ടോ. അതുപോലെ ഉപദ്വീപ് ഇന്ത്യയുടെ തെക്കേ അറ്റം അറിയപ്പെടുന്നത് കന്യാകുമാരി. ഉപദ്വീപ് ഇന്ത്യയുടെ തെക്കേ അറ്റം കന്യാകുമാരി. ഇന്ത്യയുടെ പടിഞ്ഞാറേ അറ്റം ഏതാ? ഗുഹാർമോട്ടി. അല്ലെ, ഗുജറാത്തിലാണ് ഗുഹാർമോട്ടി. ഇന്ത്യയുടെ പടിഞ്ഞാറേ അറ്റം ഗുഹാർമോട്ടി, ഗുജറാത്തിൽ. ഇന്ത്യയുടെ കിഴക്കേ അറ്റം എവിടെയാ? കിബത്തു, അരുണാചൽ പ്രദേശ്. ഇന്ത്യയുടെ കിഴക്കേ അറ്റം കിബത്തു, കിഴക്ക് കിബത്തു, അരുണാചൽ പ്രദേശില്. അപ്പൊ ഇന്ത്യയുടെ വടക്കേ അറ്റം ഇന്ദിരാ കോള്. ഇന്ത്യയുടെ തെക്കേ അറ്റം ഇന്ദിരാ പോയിന്റ്. ഇന്ദിരാ പോയിന്റ് ആണ് താഴെ. ഉപദ്വീപീയ ഇന്ത്യയുടെ തെക്കേ അറ്റം, ഉപദ്വീപീയ ഇന്ത്യയുടെ തെക്കേ അറ്റം കന്യാകുമാരി. കന്യാകുമാരി. ഇന്ത്യയുടെ പടിഞ്ഞാറേ അറ്റം, ഇന്ത്യയുടെ പടിഞ്ഞാറേ അറ്റം എവിടെയാ? ഗുഹാർമോട്ടി, ഗുജറാത്തിലെ ഗുഹാർമോട്ടി. ഇന്ത്യയുടെ കിഴക്കേ അറ്റം എവിടെയാ? അരുണാചൽ പ്രദേശ്. ഇന്ത്യയുടെ കിഴക്കേ അറ്റം എവിടെയാ? അരുണാചൽ പ്രദേശിലെ കിബത്തു. ഇല്ല, ഇന്ത്യയുടെ കിഴക്കേ അറ്റം കിബത്തു, അരുണാചൽ പ്രദേശ്. ഇനി ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാനപ്പെട്ട അക്ഷാംശ രേഖയാണ് ഉത്തരായന രേഖ. ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാനപ്പെട്ട അക്ഷാംശ രേഖയാണ് ഏത്? ഉത്തരായന രേഖ. എത്രയാ? 23.5 ഡിഗ്രി. അല്ലെ, 23.5 ഡിഗ്രി അക്ഷാംശമാണ്. ഓക്കെ, ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാനപ്പെട്ട അക്ഷാംശ രേഖയാണ് ഇത് ഉത്തരായന രേഖ, 23.5 ഡിഗ്രി. ഇനി വടക്കേ ഇന്ത്യ, തെക്കേ ഇന്ത്യ എന്നിങ്ങനെ ഇന്ത്യയെ രണ്ടായിട്ട് വേർതിരിക്കുന്ന അക്ഷാംശ രേഖയാണ് ഇത് ഉത്തരായന രേഖ. വടക്കേ ഇന്ത്യ എന്നും തെക്കേ ഇന്ത്യ എന്നും ഇന്ത്യയെ രണ്ടായിട്ട് വേർതിരിക്കുന്ന അക്ഷാംശ രേഖയാണ് ഇത് ഉത്തരായന രേഖ എന്ന് പറയുന്നത്. ഉത്തരായന രേഖ കടന്നു പോകുന്ന സംസ്ഥാനങ്ങൾ എത്രയാണെന്നറിയോ നിങ്ങൾക്ക്? 8 സംസ്ഥാനങ്ങളാണ്. 8 സംസ്ഥാനങ്ങളിലൂടെയാണ് ഉത്തരായന രേഖ കടന്നു പോകുന്നത്. അല്ലെ, നമ്മൾ ഓർത്തു വെക്കാൻ ചെറിയൊരു കോഡ് വെക്കാറുണ്ട്. എന്തായിരുന്നു? MTയും MGRും JCB വാങ്ങി. അല്ലെ, MTയും MGRും JCB വാങ്ങി. ഓർത്തു വെക്കാൻ നമ്മൾ MT, MGR, JCB. അല്ലെ, MTയും MGRും JCB വാങ്ങിയെന്ന്. ഉത്തരായന രേഖ കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഓർത്താക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെറിയൊരു കോഡ്. അല്ലേ, ഏതൊക്കെയാ? MTയും MGRും JCB വാങ്ങി. ഏതൊക്കെയായിരിക്കും? M എന്ന് പറഞ്ഞാൽ ഏതാ? M എന്ന് പറഞ്ഞാൽ ഏതായിരിക്കും? M മധ്യപ്രദേശ്. ഓക്കെ, M ഏതാ? മധ്യപ്രദേശ്. T ഏതാ? T ത്രിപുര. M മധ്യപ്രദേശ്, T ത്രിപുര. ഒരു M കൂടി വന്നു. ഏതാ M? അത് മിസോറാം കേട്ടോ. MT എന്നതിൽ M മധ്യപ്രദേശ്, T ത്രിപുര, M മിസോറാം. G ഗുജറാത്ത്. G ഗുജറാത്ത്. R രാജസ്ഥാൻ. R രാജസ്ഥാൻ. ഇനി J ഏതാ? ജാർഖണ്ഡ്. J ഏതാ? ജാർഖണ്ഡ്. C ഛത്തീസ്ഗഡ്. C ഛത്തീസ്ഗഡ്. ഇനി B ഏതാ? ബംഗാൾ കേട്ടോ. B ബംഗാൾ. അപ്പൊ M മധ്യപ്രദേശ്, T ത്രിപുര, വീണ്ടും ഒരു M മിസോറാം. അതുപോലെ MGRലെ G ഏതാ? ഗുജറാത്ത്. R രാജസ്ഥാൻ. JCBയിലെ J ഏതാ? J പറഞ്ഞേ. J ജാർഖണ്ഡ്. അല്ലെ, J ജാർഖണ്ഡ്. C ഛത്തീസ്ഗഡ്. B പശ്ചിമ ബംഗാൾ. അപ്പൊ ഉത്തരായന രേഖ കടന്നു പോകുന്ന സംസ്ഥാനങ്ങളാണ് 8 ഏതൊക്കെയാ? ഗുജറാത്ത്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, പശ്ചിമ ബംഗാൾ, ത്രിപുര, മിസോറാം. ഇനി ഉത്തരായന രേഖ ഏറ്റവും കൂടുതൽ ദൂരം കടന്നു പോകുന്ന സംസ്ഥാനം ചോദിച്ചാൽ ഏതാ? അത് മധ്യപ്രദേശാണ് കേട്ടോ. മധ്യപ്രദേശാണ്. ഓക്കെ, മധ്യപ്രദേശാണ് ഏറ്റവും കൂടുതൽ കടന്നു പോകും. ഉത്തരായന രേഖ ഏറ്റവും കൂടുതൽ ദൂരം കടന്നു പോകുന്ന സംസ്ഥാനം ഏതാ? മധ്യപ്രദേശ്. ഉത്തരായന രേഖക്ക് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന തലസ്ഥാന നഗരം ഏതാ? റാഞ്ചിയാണ്. ജാർഖണ്ഡിലെ റാഞ്ചിയാണ്. ഉത്തരായന രേഖക്ക് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന തലസ്ഥാന നഗരമാണ് ഇത് ജാർഖണ്ഡിലെ റാഞ്ചി. ഉത്തരായന രേഖക്ക് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ നഗരം ഉദയ്പൂരാണ് കേട്ടോ. ഉദയ്പൂർ എവിടെയാ? ത്രിപുരയിലെ ഉദയ്പൂരാണ് കേട്ടോ. ഉത്തരായന രേഖക്ക് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ നഗരം ഏതാന്ന് ചോദിച്ചാൽ ഉദയ്പൂരാണ്. ഉത്തരായന രേഖക്ക് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ നഗരം ഏതാ? ഉദയ്പൂര്, ത്രിപുരയാണ് കേട്ടോ. രാജസ്ഥാനിലെ ഉദയ്പൂരല്ല, ത്രിപുരയിലെ ഒരു ഉദയ്പൂരുണ്ട്. ആ ഉദയ്പൂരാണ് ഉത്തരായന രേഖക്ക് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ നഗരം. ഇനി ഉത്തരായന രേഖയെ 2 തവണയെ മുറിച്ച് കിടക്കുന്ന നദി ഏതാന്ന് ചോദിച്ചാൽ ഏതാ? മാഹി നദിയാണ് കേട്ടോ. ഉത്തരായന രേഖയെ 2 പ്രാവശ്യം മുറിച്ച് കിടക്കുന്ന ഇന്ത്യയിലെ നദിയാണ് ഏത്? മാഹി നദി. ഇനി ഇന്ത്യയുടെ മാനക രേഖാംശം. ഇന്ത്യയുടെ മാനക രേഖാംശം എത്ര? ഇന്ത്യയുടെ മാനക
രേഖാംശം എന്ന് പറയുന്നത് 82.5 കിഴക്കാണ് കേട്ടോ. 82.5 കിഴക്കാണ് ഇന്ത്യയുടെ മാനക രേഖാംശം എന്ന് പറയുന്നത്. 82.5 കിഴക്ക് രേഖാംശ രേഖ കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ 5 എണ്ണമാണ്. 82.5 കിഴക്ക് രേഖാംശ രേഖ കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ 5 എണ്ണമാണ്. 1 ഉത്തർപ്രദേശ്, 2 മധ്യപ്രദേശ്, 3 ആന്ധ്രാപ്രദേശ്. 3 പ്രദേശ് ആദ്യം, ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, ആന്ധ്രാപ്രദേശ്, പിന്നെ ഒഡീഷ, ഛത്തീസ്ഗഡ്. ഓക്കെ അല്ലേ? ഇന്ത്യൻ 82.5 കിഴക്ക് കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ എത്രയാ? 5 എണ്ണമാണ്. അതിൽ 1 ഉത്തർപ്രദേശ്, 2 മധ്യപ്രദേശ്, 3 ആന്ധ്രാപ്രദേശ്, പിന്നെ ഒഡീഷ, ഛത്തീസ്ഗഡ്. ഇനി 82.5 കിഴക്ക് രേഖാംശ രേഖ കടന്നു പോകുന്ന ഏക ദക്ഷിണേന്ത്യൻ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ ആന്ധ്രാപ്രദേശാണ്. 82.5 കിഴക്ക് രേഖാംശ രേഖ കടന്നു പോകുന്ന ഏക ദക്ഷിണേന്ത്യൻ സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ്. പ്രയാഗ്രാജിനടുത്തുള്ള മിർസാപൂർ പ്രദേശത്തിലൂടെ കടന്നു പോകുന്ന 82.5 കിഴക്ക് രേഖാംശ രേഖയിലെ പ്രാദേശിക സമയമാണ് ഇന്ത്യയിലാകമാനം കണക്കാക്കുന്നത്. എന്താ പറഞ്ഞത്? പ്രയാഗ്രാജിനടുത്തുള്ള മിർസാപൂർ പ്രദേശത്തിലൂടെ കടന്നു പോകുന്ന 82.5 കിഴക്ക് രേഖാംശ രേഖയിലെ പ്രാദേശിക സമയമാണ് ഇന്ത്യയിലാകമാനം കണക്കാക്കുന്നത്. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം ഗ്രീനിച്ച് സമയത്തേക്കാൾ 5.5 മണിക്കൂർ മുന്നിലാണ്. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം 5.5 മണിക്കൂർ, ഗ്രീനിച്ച് സമയത്തേക്കാൾ 5.5 മണിക്കൂർ മുന്നിലാണ്. ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ മേഖലയിലെ ജനങ്ങൾ ആവശ്യപ്പെടുന്ന പുതിയ സമയമേഖല അറിയപ്പെടുന്നതാണ് ചായ് ബഗാൻ സമയമേഖല. ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ മേഖലയിലെ ജനങ്ങൾ ആവശ്യപ്പെടുന്ന പുതിയ സമയമേഖല അറിയപ്പെടുന്നതാണ് ചായ് ബഗാൻ സമയമേഖല കേട്ടോ. ചായ് ബഗാൻ സമയമേഖല. അപ്പോൾ ഒന്നുകൂടി പറയാം, പ്രയാഗ്രാജിനടുത്തുള്ള ഇന്ത്യയുടെ മാനക രേഖാംശമാണ് എത്ര? 82.5 കിഴക്ക്. 82.5 കിഴക്ക് രേഖാംശ രേഖ കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ 5 എണ്ണം. 1 ഉത്തർപ്രദേശ്, 2 മധ്യപ്രദേശ്, 3 ആന്ധ്രാപ്രദേശ്, പിന്നെ ഒഡീഷ, ഛത്തീസ്ഗഡ്. 82.5 കിഴക്ക് രേഖാംശ രേഖ കടന്നു പോകുന്ന ഏക ദക്ഷിണേന്ത്യൻ സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ്. പ്രയാഗ്രാജിനടുത്തുള്ള മിർസാപൂർ പ്രദേശത്തിലൂടെ കടന്നു പോകുന്ന 82.5 കിഴക്ക് രേഖാംശ രേഖയിലെ പ്രാദേശിക സമയമാണ് ഇന്ത്യയിലാകമാനം കണക്കാക്കുന്നത്. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം ഗ്രീനിച്ച് സമയത്തേക്കാൾ 5.5 മണിക്കൂർ മുന്നിലാണ്. ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ മേഖലയിലെ ജനങ്ങൾ ആവശ്യപ്പെടുന്ന പുതിയ സമയമേഖല അറിയപ്പെടുന്നത് ചായ് ബഗാൻ സമയമേഖല എന്നാണ്. ചായ് ബഗാൻ സമയമേഖല എന്നാണ്. വൻകരകളിൽ നിന്നും ഭൂമിശാസ്ത്രപരമായ കാരണങ്ങളാൽ വേറിട്ട് നിൽക്കുന്ന ഭൂവിഭാഗമാണേത്? ഉപഭൂഖണ്ഡം എന്നറിയപ്പെടുന്നത്. വൻകരകളിൽ നിന്നും ഭൂമിശാസ്ത്രപരമായ കാരണങ്ങളാൽ വേറിട്ട് നിൽക്കുന്ന ഭൂവിഭാഗമാണേത്? ഉപഭൂഖണ്ഡം. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടുന്ന രാജ്യങ്ങളാണ് ഏതൊക്കെ? ഇന്ത്യ, നേപ്പാൾ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ഭൂട്ടാൻ, മാലിദ്വീപ്. ഏതൊക്കെയാ? ഇന്ത്യ, നേപ്പാൾ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ഭൂട്ടാൻ, ശ്രീലങ്ക, മാലിദ്വീപ്. എന്നാൽ NCERT ടെക്സ്റ്റ് കൊടുത്തിരിക്കുന്ന പ്രകാരം ഇന്ത്യ, നേപ്പാൾ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ഭൂട്ടാൻ. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടുന്ന രാജ്യങ്ങൾ ശരിക്കും വരുന്നത് ഇന്ത്യയുണ്ട്, നേപ്പാളുണ്ട്, പാകിസ്ഥാനുണ്ട്, ബംഗ്ലാദേശ് ഉണ്ട്, ഭൂട്ടാൻ ഉണ്ട്, ശ്രീലങ്ക ഉണ്ട്, മാലദ്വീപ് ഉണ്ട്. പക്ഷേ NCERT കൊടുത്തിരിക്കുന്നത് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ, നേപ്പാൾ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ഭൂട്ടാൻ മാത്രമേ കൊടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതൊന്ന് നോക്കി നോക്കുക. ഇനി ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ രാജ്യം ഏതാണെന്ന് വെച്ചാൽ ഇന്ത്യയാണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ രാജ്യം ഏതാണെന്ന് വെച്ചാൽ ഇന്ത്യയാണ്. ഇനി ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ അതിർത്തി പറയുകയാണെങ്കിൽ വടക്ക് ഭാഗത്ത് ഹിമാലയമാണ് കേട്ടോ. വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഹിന്ദുകുഷ് പർവ്വതനിര, അതുപോലെ സുലൈമാൻ നിലകളുമാണ് കേട്ടോ. സുലൈമാൻ മലനിരകളുമാണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ വടക്ക് ഭാഗം അതിർത്തി എന്ന് പറയുന്നത് ഹിമാലയമാണ്. വടക്ക് പടിഞ്ഞാറ് ഹിന്ദുകുഷ് പർവ്വതനിര, അതുപോലെ സുലൈമാൻ മലനിരകള്. ഇനി വടക്ക് കിഴക്കാണെങ്കിൽ പൂർവാചലാണ് കേട്ടോ. വടക്ക് കിഴക്ക് പൂർവാചൽ. തെക്കാണെങ്കിൽ ഇന്ത്യൻ മഹാസമുദ്രവുമാണ്. ഓക്കെ, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ അതിർത്തിയാണ് നമ്മൾ പറഞ്ഞത്. വടക്ക് ഭാഗത്ത് ഹിമാലയം, വടക്ക് പടിഞ്ഞാറ് ഹിന്ദുകുഷ് പർവ്വതനിര, അതുപോലെ സുലൈമാൻ മലനിരകള്. വടക്ക് കിഴക്കാണെങ്കിൽ പൂർവാചൽ, തെക്കാണെങ്കിൽ ഇന്ത്യൻ മഹാസമുദ്രം. തെക്കേതാ? ഇന്ത്യൻ മഹാസമുദ്രം. ഇനി ഇന്ത്യയുടെ അതിർത്തിയാണ് നോക്കുന്നത്.
ഇന്ത്യയുടെ ഏറ്റവും വലിയ അയൽരാജ്യം ചോദിക്കുകയാണെങ്കിൽ ഏതാ? ചൈനയാട്ടോ. ഇന്ത്യയുടെ ഏറ്റവും വലിയ അയൽരാജ്യം ചോദിക്കുകയാണെങ്കിൽ അത് ചൈനയാണ്. ഇന്ത്യയുടെ ഏറ്റവും ചെറിയ അയൽരാജ്യം ചോദിച്ചാൽ അത് മാലിദ്വീപ്. ഇന്ത്യയുടെ ഏറ്റവും വലിയ അയൽരാജ്യം ചൈന, ഇന്ത്യയുടെ ഏറ്റവും ചെറിയ അയൽരാജ്യം മാലിദ്വീപ്. ഇന്ത്യയുടെ അതിർത്തി ഇന്ത്യയും ശ്രീലങ്കയും വേർതിരിക്കുന്ന ഏതാ? പാക് കടലിടുക്ക് അല്ലെങ്കിൽ മാന്നാർ കടലിടുക്ക്. ഇന്ത്യ ശ്രീലങ്കയെ വേർതിരിക്കുന്നത് പാക് കടലിടുക്ക് അല്ലെങ്കിൽ മാന്നാർ കടലിടുക്ക്. ഇന്ത്യ ചൈനയെ വേർതിരിക്കുന്ന ഏതാ? മക്മോഹൻ രേഖ. ഇന്ത്യയും ചൈനയെ വേർതിരിക്കുന്ന ഏതാ? മക്മോഹൻ രേഖ. ഇനി ഇന്ത്യയും പാകിസ്ഥാനിയാണെങ്കിലോ അത് റാഡ്ക്ലിഫ് രേഖ കേട്ടോ. ഇന്ത്യയും പാകിസ്ഥാനിയാണെങ്കിൽ റാഡ്ക്ലിഫ് രേഖ. ഇന്ത്യ ശ്രീലങ്ക പാക് കടലിടുക്കും മാന്നാർ കടലിടുക്കും. ഇന്ത്യയും ചൈനയാണെങ്കിൽ മക്മോഹൻ രേഖ, ഇന്ത്യ പാകിസ്ഥാൻ റാഡ്ക്ലിഫ് രേഖ. ഇന്ത്യ മാലിദ്വീപ്. ഇന്ത്യ മാലിദ്വീപ് ഏതാ? 8 ഡിഗ്രി ചാനൽ. ഇന്ത്യയും മാലിദ്വീപിനെയും വേർതിരിക്കുന്നത് 8 ഡിഗ്രി ചാനൽ. ഇന്ത്യയും ബംഗ്ലാദേശിനെയും വേർതിരിക്കുന്നതോ 3 ബേഗ കോറിഡോർ. ഇന്ത്യ ബംഗ്ലാദേശ് ഏതാ? 3 ബേഗ കോറിഡോർ. അപ്പൊ ഒന്നുകൂടി പറഞ്ഞാലോ, ഇന്ത്യയും മറ്റു രാജ്യങ്ങളുമായിട്ട് അതിർത്തി പങ്കിടുന്ന അതിർത്തി രേഖകളാണ് ഇന്ത്യ ശ്രീലങ്ക പാക് കടലിടുക്ക് അല്ലെങ്കിൽ മാന്നാർ കടലിടുക്ക്. ഇന്ത്യയും ചൈനയും ആണെങ്കിലോ മക്മോഹൻ രേഖ. ഇന്ത്യയും പാകിസ്ഥാനും ആണെങ്കിൽ റാഡ്ക്ലിഫ് രേഖ. ഇന്ത്യ മാലിദ്വീപ് ആണെങ്കിൽ 8 ഡിഗ്രി ചാനൽ. ഇന്ത്യ ബംഗ്ലാദേശ് ആണെങ്കിൽ 3 ബേഗ കോറിഡോർ. ഇനി കരയതിർത്തി. ഇന്ത്യയുടെ കരയതിർത്തി എന്ന് പറയുന്നത് ഇന്ത്യയുടെ കരയതിർത്തി എന്ന് പറയുന്നത് 15,106 ആണ് കേട്ടോ. 15,106.7 കിലോമീറ്റർ ആണ് ഇന്ത്യയുടെ കരയതിർത്തി എന്ന് പറയുന്നത്. അതായത് ഏകദേശം 15,200 കിലോമീറ്റർ കാണിച്ചാൽ എന്താണ്? ശരിയാണ് കേട്ടോ. ഇന്ത്യയുടെ കരയതിർത്തി എത്രയാ? 15,106.7 അല്ലെങ്കിൽ 15,200 കിലോമീറ്റർ ആണ് NCERT പ്രകാരം. ഇന്ത്യയുമായിട്ട് കരയതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ 7 ആണ്. ഇന്ത്യയുമായിട്ട് കരയതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളുടെ എണ്ണം 7. പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ്, ചൈന, നേപ്പാള്, ഭൂട്ടാന്, മ്യാൻമർ. ഇന്ത്യയുമായിട്ട് കരയതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ 7. പാകിസ്ഥാന്, അഫ്ഗാനിസ്ഥാന്, ബംഗ്ലാദേശ്, ചൈന, നേപ്പാള്, ഭൂട്ടാന്, മ്യാൻമർ. ഇന്ത്യയുടെ വടക്ക് അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാ? ചൈന, നേപ്പാൾ, ഭൂട്ടാൻ. ഇന്ത്യയുടെ വടക്ക് അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളാണ് ഏതൊക്കെ? ചൈന, നേപ്പാള്, ഭൂട്ടാന്. ഇന്ത്യയുടെ വടക്ക് കിഴക്ക് അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാ? ബംഗ്ലാദേശും മ്യാൻമറും. ഇന്ത്യയുടെ വടക്ക് കിഴക്കായിട്ട് അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാ? ബംഗ്ലാദേശും മ്യാൻമറും. ഇനി ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്താണെങ്കിൽ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനുമാണ്. ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഏതൊക്കെയാ? പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും. ഇന്ത്യയുമായിട്ട് ഏറ്റവും കൂടുതൽ കരയതിർത്തി പങ്കിടുന്ന രാജ്യം ചോദിച്ചാൽ ബംഗ്ലാദേശ് ആണ്. ഇന്ത്യയുമായിട്ട് ഏറ്റവും കൂടുതൽ കരയതിർത്തി പങ്കിടുന്ന രാജ്യം ബംഗ്ലാദേശ്. ഇന്ത്യയുമായിട്ട് ഏറ്റവും കുറവ് കരയതിർത്തി പങ്കിടുന്ന രാജ്യം അഫ്ഗാനിസ്ഥാന്. ഇന്ത്യയുമായിട്ട് ഏറ്റവും കുറവ് കരയതിർത്തി പങ്കിടുന്ന രാജ്യം ഏതാ? അഫ്ഗാനിസ്ഥാന്. ഇന്ത്യയുമായിട്ട് കരയതിർത്തി പങ്കിടുന്ന ഏറ്റവും ചെറിയ രാജ്യം ചോദിച്ചാൽ അത് ഭൂട്ടാനാണ്. ഇന്ത്യയുമായിട്ട് ഏറ്റവും കുറവാണ് ഇത് അഫ്ഗാനിസ്ഥാന്. ഏറ്റവും കരയതിർത്തി പങ്കിടുന്ന ഏറ്റവും ചെറുതാണ് ഇത് ഭൂട്ടാന്. ഇന്ത്യയുമായിട്ട് കരയതിർത്തി പങ്കിടുന്ന ഏറ്റവും വലിയ രാജ്യം ചോദിക്കുകയാണെങ്കിലോ അത് ചൈനയാണ്. ഇന്ത്യയുമായിട്ട് കരയതിർത്തി പങ്കിടുന്ന ഏറ്റവും വലിയ രാജ്യം ഏതാ? ചൈനയാണ്. അപ്പൊ ഒന്നുകൂടി പറയാം, ഇന്ത്യയുടെ കരയതിർത്തി 15,106.7 കിലോമീറ്റർ, ഏകദേശം NCERT പ്രകാരം 15,200 കിലോമീറ്റർ ആണ്. ഇന്ത്യയുമായിട്ട് കരയതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ 7 രാജ്യങ്ങൾ: പാകിസ്ഥാന്, അഫ്ഗാനിസ്ഥാന്, ബംഗ്ലാദേശ്, ചൈന, നേപ്പാൾ, ഭൂട്ടാൻ, മ്യാൻമർ. ഇന്ത്യയുടെ വടക്ക് അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളാണ് ചൈന, നേപ്പാൾ, ഭൂട്ടാൻ. ഇന്ത്യയുടെ വടക്ക് അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ ചൈന, നേപ്പാൾ, ഭൂട്ടാൻ. ഇന്ത്യയുടെ വടക്ക് കിഴക്ക് അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ ബംഗ്ലാദേശും മ്യാൻമറും. ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും. ഇന്ത്യയുടെ ഏറ്റവും കൂടുതൽ കരയതിർത്തി പങ്കിടുന്ന രാജ്യം ബംഗ്ലാദേശ്. ഇന്ത്യയുമായിട്ട് ഏറ്റവും കുറവ് കരയതിർത്തി പങ്കിടുന്ന രാജ്യം അഫ്ഗാനിസ്ഥാനാണ് 106 കിലോമീറ്റർ. ഇന്ത്യയുമായിട്ട് കരയതിർത്തി പങ്കിടുന്ന ഏറ്റവും ചെറിയ രാജ്യം ചോദിച്ചാൽ അത് ഭൂട്ടാന്. ഇന്ത്യയുമായിട്ട് കരയതിർത്തി പങ്കിടുന്ന ഏറ്റവും വലിയ രാജ്യം ചോദിക്കുകയാണെങ്കിൽ അത് ചൈനയുമാണ്. ഇനി ഇന്ത്യയുടെ സമുദ്ര അതിർത്തി. ഇന്ത്യയുടെ കടൽ തീര ദൈർഘ്യം എത്രയാ? 6,100 കിലോമീറ്റർ ആണ്. ഇന്ത്യയുടെ കടൽ തീര ദൈർഘ്യം എത്രയാ? 6,100 കിലോമീറ്റർ.
ആൻഡമാൻ നിക്കോബാറിന്റെയും ലക്ഷദ്വീപിന്റെയും തീരങ്ങൾ ഉൾപ്പെടെ ഇന്ത്യയുടെ കടൽ തീര ദൈർഘ്യം എന്ന് പറയുന്നത് 7517 കിലോമീറ്റർ ആണ്. ആൻഡമാൻ നിക്കോബാറിന്റെയും ലക്ഷദ്വീപിന്റെയും തീരങ്ങൾ ഉൾപ്പെടെ ഇന്ത്യയുടെ കടൽ തീര ദൈർഘ്യം എത്രയാ? 7517 കിലോമീറ്റർ ആണ്. ഇന്ത്യയുടെ തെക്കൻ അതിരെന്ന് പറയുന്നത് ഏതാ? ഇന്ത്യൻ മഹാസമുദ്രമാണ് കേട്ടോ. ഇന്ത്യയുടെ തെക്കൻ അതിര് ഇന്ത്യൻ മഹാസമുദ്രം. ഇന്ത്യയുമായിട്ട് സമുദ്ര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളാണ് ഏതൊക്കെ? ശ്രീലങ്കയും മാലിദ്വീപും. ഇന്ത്യയുമായിട്ട് സമുദ്ര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ 2 ശ്രീലങ്കയും മാലിദ്വീപും. അപ്പൊ ഇന്ത്യയുടെ കടൽ തീര ദൈർഘ്യം എത്രയാ? 6100 കിലോമീറ്ററോ. ആൻഡമാൻ നിക്കോബാറിന്റെയും ലക്ഷദ്വീപിന്റെയും തീരങ്ങൾ ഉൾപ്പെടെ ഇന്ത്യയുടെ കടൽ തീര ദൈർഘ്യം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ 7517. ഇന്ത്യയുടെ തെക്കൻ അതിരേതാ? ഇന്ത്യൻ മഹാസമുദ്രം. ഇന്ത്യയുമായിട്ട് സമുദ്ര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളാണ് 2 ശ്രീലങ്ക മാലിദ്വീപ്. ഇനി സംസ്ഥാനങ്ങളും രാജ്യ അതിർത്തികളുമാണ് നോക്കുന്നത്. ഏറ്റവും നീളം കൂടിയ രാജ്യാന്തര അതിർത്തിയുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാ? പശ്ചിമ ബംഗാൾ അല്ലെ. ഏറ്റവും നീളം കൂടിയ രാജ്യാന്തര അതിർത്തിയുള്ള ഇന്ത്യൻ സംസ്ഥാനമാണേത്? പശ്ചിമ ബംഗാൾ. ഏറ്റവും കുറവ് ദൂരം രാജ്യാന്തര അതിർത്തിയുള്ള ഇന്ത്യൻ സംസ്ഥാനമാണെങ്കിലോ അത് നാഗാലാൻഡ്. ഏറ്റവും കുറവ് ദൂരം രാജ്യാന്തര അതിർത്തിയുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാ? നാഗാലാൻഡ്. ഏറ്റവും നീളം കൂടിയ രാജ്യാന്തര അതിർത്തിയുള്ള രണ്ടാമത്തെ ഇന്ത്യൻ സംസ്ഥാനം അരുണാചൽ പ്രദേശ്. ഓക്കെ, ഏറ്റവും നീളം കൂടിയ രാജ്യാന്തര അതിർത്തിയുള്ള രണ്ടാമത്തെ ഇന്ത്യൻ സംസ്ഥാനമാണിത് അരുണാചൽ പ്രദേശ്. പാകിസ്ഥാനുമായിട്ട് ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന സംസ്ഥാനമാണ് ഇത് രാജസ്ഥാന്. പാകിസ്ഥാനുമായിട്ട് ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം രാജസ്ഥാന്. അന്താരാഷ്ട്ര അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും വലിയ സംസ്ഥാനം രാജസ്ഥാൻ. അന്താരാഷ്ട്ര അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും വലിയ സംസ്ഥാനമാണ് ഇത് രാജസ്ഥാൻ. അന്താരാഷ്ട്ര അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും ചെറിയ സംസ്ഥാനം സിക്കിം. അന്താരാഷ്ട്ര അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും ചെറിയ സംസ്ഥാനം ഏതാ? സിക്കിം. ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഉത്തർപ്രദേശ്. ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാ? ഉത്തർപ്രദേശ്. എത്രയാ? 8 സംസ്ഥാനങ്ങളും അതുപോലെ ഒരു കേന്ദ്രഭരണ പ്രദേശമായ ഡൽഹിയുമായിട്ട് ഉത്തർപ്രദേശിന് എന്തുണ്ട്? അതിർത്തിയുണ്ട്. ഇനി ഒരേ ഒരു സംസ്ഥാനവുമായിട്ട് മാത്രം അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളാണ് സിക്കിമും മേഘാലയയും കേട്ടോ. ഒരേ ഒരു സംസ്ഥാനവുമായിട്ട് മാത്രം അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളാണ് സിക്കിമും മേഘാലയയും. സിക്കിം പശ്ചിമ ബംഗാളുമായിട്ടും മേഘാലയ ആസാമുമായിട്ടും. ഇനി 3 വശങ്ങളും ബംഗ്ലാദേശിനാൽ ചുറ്റപ്പെട്ടിരിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് ത്രിപുര. 3 വശങ്ങളും ബംഗ്ലാദേശിനാൽ ചുറ്റപ്പെട്ടിരിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനമാണിത് ത്രിപുര. ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളാണ് പശ്ചിമ ബംഗാൾ, സിക്കിം, അരുണാചൽ പ്രദേശ്. ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ബംഗ്ലാദേശ്, സിക്കിം, അരുണാചൽ പ്രദേശ്. ഈ 3 സംസ്ഥാനങ്ങളും 3 രാജ്യങ്ങളായിട്ടാണ് അതിർത്തി പങ്കിടുന്നത്. ഇനി ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഇന്ത്യയിലെ കേന്ദ്രഭരണ പ്രദേശം ചോദിച്ചാൽ ഏതാ? അത് ലഡാക്ക് ആണ് കേട്ടോ. ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഇന്ത്യയിലെ കേന്ദ്രഭരണ പ്രദേശം ഏതാ? ലഡാക്ക് ആണ്. ഇനി സംസ്ഥാനങ്ങളും കടൽ തീരവുമാണ് പറയുന്നത്. കടൽ തീരമുള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ എണ്ണം എത്രയാ? 9 സംസ്ഥാനങ്ങൾക്കാണ് ഇന്ത്യയിൽ കടൽ തീരമുള്ളത്. കടൽ തീരമുള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ എണ്ണം എത്രയാ? 9 ആണ്. ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാ? ഗുജറാത്ത് ആണ്. ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാ? ഗുജറാത്ത്. ഏറ്റവും കുറവ് കടൽ തീരമുള്ള ഇന്ത്യൻ സംസ്ഥാനം ചോദിക്കുകയാണെങ്കിലോ അത് ഗോവയാണ്. ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ഇന്ത്യൻ സംസ്ഥാനം ഗുജറാത്ത്. ഏറ്റവും കുറവ് കടൽ തീരമുള്ള ഇന്ത്യൻ സംസ്ഥാനം ഗോവ. കടൽ തീരമുള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ എണ്ണം 9. ഇന്ത്യൻ ഉപദ്വീപിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ചോദിക്കുകയാണെങ്കിൽ ഏതാ? നമ്മുടെ കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന ആനമുടിയാണ്. എത്രയായിരുന്നു ഹൈറ്റ്? 2695 അല്ലെ, 2695 മീറ്റർ. 2695 മീറ്റർ അല്ലെ. ഇന്ത്യൻ ഉപദ്വീപിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ഏത്? ആനമുടി. എത്രയാ? 2695 മീറ്റർ. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാ? ആനമുടിയാണ്. ഇന്ത്യൻ ഉപദ്വീപിലെയും ദക്ഷിണേന്ത്യയിലും ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ഏത്? ആനമുടി. ഹൈറ്റ് എത്രയാ? 2695 മീറ്റർ. ദക്ഷിണേന്ത്യയിലെ രണ്ടാമത്തെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ഏത്? മീശപ്പുലിമല.
ദക്ഷിണേന്ത്യയിലെ രണ്ടാമത്തെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ഇത് മീശപ്പുലിമല 2640 മീറ്റർ. 2640 മീറ്റർ. ദക്ഷിണേന്ത്യയിലെ രണ്ടാമത്തെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ഇത് മീശപ്പുലിമല 2640 മീറ്റർ. ഇനി ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ നദി ചോദിക്കുകയാണെങ്കിൽ ഏതാ? ഗോദാവരിയാണ് കേട്ടോ. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ നദിയാണ് ഇത് ഗോദാവരി. ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകം ഏതാ? ചിൽക്ക, ഒഡീഷ. ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകം ഏതാ? ചിൽക്ക തടാകമാണ്. എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഒഡീഷയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന തടാകം ഏതാ? അത് ഗുരു ദ്വഗ്മാർ ആണ്, സിക്കിമിലാണ്. ഓക്കെ, ഗുരു ദ്വഗ്മാർ സിക്കിമാണ്. ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന തടാകം ഏതാ? ഗുരു ദ്വഗ്മാർ സിക്കിമാണ്. രണ്ടാമത്തെ ഏതാന്ന് ചോദിച്ചാൽ അത് ചോലാമു തടാകം, സിക്കിമാണ്. ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന തടാകം ഗുരു ദ്വഗ്മാർ, എവിടെയാ? സിക്കിമിലാണ്. രണ്ടാമത്തേതാണെങ്കിലോ അത് ചോലാമു, എവിടെയാ? അതും സിക്കിമിൽ തന്നെയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏതാ? ഡെക്കാൻ പീഠഭൂമി. ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏതാ? ഡെക്കാൻ പീഠഭൂമി. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡെൽറ്റ ചോദിക്കുകയാണെങ്കിലോ അത് സുന്ദർബൻ ഡെൽറ്റ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡെൽറ്റ ഏതാ? സുന്ദർബൻ ഡെൽറ്റ, എവിടെയാ? പശ്ചിമ ബംഗാളില്. ഇനി ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ബീച്ച് ആണെങ്കിലോ അത് മറീന ബീച്ചാണ് കേട്ടോ. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ബീച്ച് ഏതാ? മറീന ബീച്ച്, എവിടെയാ? ചെന്നൈയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ബീച്ച് ഏതാ? മറീന ബീച്ച്, എവിടെയാ? ചെന്നൈയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കനാൽ ചോദിക്കുകയാണെങ്കിലോ അത് ഇന്ദിരാഗാന്ധി കനാല്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കനാൽ ഏതാ? ഇന്ദിരാഗാന്ധി കനാല്. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കനാല് ഇന്ദിരാഗാന്ധി കനാല്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ദ്വീപ് സമൂഹം ഏതാ? ഇന്ത്യയിലെ ഏറ്റവും വലിയ ദ്വീപ് സമൂഹം ആൻഡമാൻ നിക്കോബാർ ആണ് കേട്ടോ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ദ്വീപ് സമൂഹം ഏതാ? ആൻഡമാൻ നിക്കോബാർ ആണ്. ഇനി ഇന്ത്യയിലെ ഏക സജീവ അഗ്നിപർവ്വതം ചോദിക്കുകയാണെങ്കിൽ ഏതാ? ആൻഡമാൻ നിക്കോബാറിലുള്ള ബാരൺ ആണ് കേട്ടോ. ആൻഡമാനിലുള്ള ബാരൺ ആണ് ഇന്ത്യയിലെ ഏക സജീവ അഗ്നിപർവ്വതം എന്ന് പറയുന്നത്. ഇനി ഇന്ത്യയിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം ചോദിക്കുകയാണെങ്കിൽ ഹെമിസ് ദേശീയോദ്യാനം, ലഡാക്ക്. ഏതാ? ഇന്ത്യയിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം ഏതാ? ലഡാക്കിൽ സ്ഥിതി ചെയ്യുന്ന ഹെമിസ് ദേശീയോദ്യാനമാണ് കേട്ടോ. ഇനി ഇന്ത്യയിലെ ഏറ്റവും ചൂട് കൂടിയ പ്രദേശം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഫലോട്ടിയാണ് കേട്ടോ. രാജസ്ഥാനിലെ ഫലോട്ടിയാണ്. പക്ഷേ SCERTയിൽ കൊടുത്തിരിക്കുന്നത് ജയ്സാൽമീറും ബാമറുമാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇന്ത്യയിലെ ഏറ്റവും ചൂട് കൂടിയ പ്രദേശം ഈ 3 സ്ഥലം ഓർത്ത് വെക്കുക: ഫലോട്ടി, ജയ്സാൽമീർ, ബാമർ. കാരണം ഏതോ ഓപ്ഷനിൽ വരുന്നതെന്ന് പറയാൻ പറ്റില്ല. SCERT കൊടുത്തിരിക്കുന്നത് SCERT പ്രകാരം ജയ്സാൽമീറും ബാമറുമാണ്. പക്ഷെ ശരിക്കും ഏതാണെന്ന് ചോദിച്ചാൽ ഇന്ത്യയിലെ ഏറ്റവും ചൂട് കൂടിയ പ്രദേശം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഫലോട്ടിയാണ്. രാജസ്ഥാൻ തന്നെയാണ് സ്ഥലം ഫലോട്ടി എന്ന് പറയുന്നത്. പക്ഷേ SCERT പ്രകാരം ആൻസർ ജയ്സാൽമീറും ബാമറും ആണെന്നുള്ള കാര്യം ഓർത്തു നോക്കുക. ഇന്ത്യയിലെ ഏറ്റവും തണുപ്പുള്ള പ്രദേശം ഏതാണെന്ന് വെച്ചാൽ ലഡാക്കിലെ ദ്രാസ് ആണ്. ഇന്ത്യയിലെ ഏറ്റവും തണുപ്പുള്ള പ്രദേശം ലഡാക്കിലെ ദ്രാസ് ആണ്. അതേപോലെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം ചോദിക്കുകയാണെങ്കിൽ മൗസിൻറാം ആട്ടോ. മേഘാലയയിലെ മൗസിൻറാമാണ് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം. ഓർത്തു നോക്കുക, ഇന്ത്യയിലെ ഏറ്റവും ചൂട് കൂടിയ പ്രദേശം ഫലോട്ടി. SCERT പ്രകാരമാണെങ്കിൽ ജയ്സാൽമീറും ബാമറും. ഇനി ഇന്ത്യയിൽ ഏറ്റവും തണുപ്പുള്ള പ്രദേശം ദ്രാസ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം മൗസിൻറാം. അപ്പം ഇതാണ് നമ്മുടെ ഇന്ത്യൻ ജോഗ്രഫിയുടെ ഫസ്റ്റ് മൊഡ്യൂളിൽ ഇന്ത്യൻ ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട് ഫസ്റ്റ് മൊഡ്യൂളിലുള്ള ഇന്ത്യയുടെ അടിസ്ഥാന വിവരങ്ങൾ എന്ന് പറയുന്നത്. ഇനി അടുത്തതിൽ ഭൂപ്രകൃതിയൊക്കെ ഉണ്ട്. അത് നമ്മൾ അടുത്ത ക്ലാസ്സുകളിലായിട്ട് വായിക്കും.